കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെടുക്കും. പ്രിയങ്ക ഗാന്ധിനെ നമ്മള് വയനാടിന്റെ രാജ്ഞിയായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. നോട്ടൊക്കെ ചെയ്തു. ഇപ്രാവശ്യം ആർക്ക് ചെയ്യാൻ പോകുന്നു? പക്ഷെ തീരുമാനിച്ചില്ല. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു വോട്ടർ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം? 100% പ്രിയങ്ക ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വയനാട് മുഴുവനും പ്രിയങ്ക ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വരണം. രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചു എന്ന്. ഒരു വോട്ടർ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താ? തെറ്റാണ് അത് പറയുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കിന്റെ സംസാരമാണ്, അല്ലാതെ അതൊന്നും ശരിയാകുന്നില്ല. പ്രിയങ്ക ഗാന്ധി വരണം, രാഷ്ട്രീയത്തിന് മാറ്റം വരണമല്ല. അപ്പൊ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എങ്ങനെ ചതിക്കുക? രാഹുൽ ഗാന്ധി നല്ല കാര്യമല്ലേ ചെയ്ത്? പ്രിയങ്ക ഗാന്ധിനെ പകരം ഇവിടെ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി കൂടെ തന്നെ ഉണ്ടാവും. വയനാട്ടിലെ വോട്ടറുകളുടെ ഒപ്പം തന്നെ അതാ പറയും വയനാട്ടില് എന്തൊന്നും കാര്യമില്ല. രാഹുലിനെക്കാളും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെടുക്കും. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. സംശയമില്ല, അതിന് സംശയമില്ല. അത് 5 ലക്ഷമാണ് വിചാരിക്കുന്നത്. 5 ലക്ഷം ഭൂരിപക്ഷം വിചാരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവും. കാരണം ഇത് കേരളത്തിന് കിട്ടിയ സൗഭാഗ്യ, വയനാടിന് കിട്ടിയ സൗഭാഗ്യം മാത്രമല്ല, കേരളത്തിന് സൗഭാഗ്യം. ഇത്രയും ഒരു സൗഭാഗ്യം ഇതുവരെയും ഈ വയനാടിന്റെ ലോകസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വയനാടിനും കേരളത്തിനും പുതിയൊരു ആവേശവും ഉണർവും നൽകുന്നുള്ള കാര്യം സംശയമില്ല. 5 ലക്ഷം വോട്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ വയനാട്ടിലെ വോട്ടർമാരെല്ലാം സന്തോഷത്തിലാണ്. അവര് കടമുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയല്ലേ ഇപ്പം. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പൊ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ? വഞ്ചനയിലേക്കും പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് മത്സരിക്കുന്നവർക്ക് ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ മത്സരിക്കുകയാണ് കേരളത്തില്. അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കാണുന്നത് അല്ലെങ്കിൽ അനിൽ രാജിക്കാണോ? ഇത് നമ്മൾ നോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് നോട്ട് ചെയ്യാനുള്ള? ഇതിന് വലിയ താല്പര്യമില്ല. ഇപ്പൊ നോട്ട് ചെയ്തു. ഇപ്രാവശ്യം ആർക്ക് ചെയ്യാൻ പോകുന്നു? പക്ഷെ തീരുമാനിച്ചില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധിനെ ഏതായാലും ഇവിടെ നിയമിച്ചതിൽ വയനാട്ടുകാർക്ക് വളരെ സന്തോഷമാണ്. രാഹുൽ ഗാന്ധിനെക്കാട്ടും വളരെ ഭൂരിപക്ഷം കിട്ടുകയും പ്രിയങ്ക ഗാന്ധിനെ നമ്മള് വയനാടിന്റെ രാജ്ഞിയായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. വളരെയധികം ഭൂരിപക്ഷം കിട്ടും. വളരെ സന്തോഷമുണ്ട്. വയനാട്ടുകാർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി എന്തായാലും വരണം, ഇവിടെ മത്സരിക്കണം. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടു കൂടി എന്തായാലും വിജയിക്കുന്നതാണ് വയനാട്ടുകാരുടെ ഒരു ആത്മവിശ്വാസം. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി ചതിച്ചു എന്നാണ്. അതിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? വയനാട്ടിലെ വോട്ടർമാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വയനാട്ടിലെ വോട്ടർമാർക്ക് രാഹുൽ ഗാന്ധി ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വിജയിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് 2 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അവിടെ ജയിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്തത്. ഇപ്രാവശ്യം നമുക്ക് ഒരു വഞ്ചനയും തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷം. ഭൂരിപക്ഷം കൂടും തന്നെയാണ് അഭിപ്രായം. അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങൾ രാഹുൽ ഗാന്ധിക്കാണോ വോട്ട് ചെയ്തത്? രാഹുൽ ഗാന്ധിക്ക് അല്ലേ? അപ്പൊ പലരും പറയുന്നുണ്ട് വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി ചതിച്ചു എന്ന്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചതിച്ചിട്ടില്ല. വയനാട്ടിലെ വോട്ടർമാരായ നിങ്ങൾക്ക് അഭിപ്രായമില്ല. ഇപ്പൊ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ കന്യാംഗം അല്ലേ? ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഒഴിവാക്കി പകരം പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിപ്പിക്കാൻ അയച്ചിരിക്കുകയാണ്. ആ തീരുമാനം ശരിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ കഴിഞ്ഞ 5 വർഷം നിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തു. കാരണം ഫണ്ട് കൃത്യമായിട്ട് ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ നമ്മളെ കോവിഡ് പോലെ മഹാമാരിയിൽ ഒരുപാട് പേഴ്സണലായി സഹായം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനത്തിലും അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ 100-ലധികം സീറ്റ് നേടാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം UP-യിൽ അദ്ദേഹത്തിന്റെ ആ കഴിവുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടം ഉണ്ടാക്കിയത്. അപ്പം തീർച്ചയായിട്ടും റൈവലറി തെരഞ്ഞെടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അവിടെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷയാണ് ഇവിടെ ഒഴിവാകുമെന്നുള്ളത്. പകരം
പ്രിയങ്ക ഗാന്ധി വന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു ജൂനിയർ ഇന്ദിരാഗാന്ധി എന്നുള്ളൊരു രീതിയാണ് പ്രിയങ്ക മത്സരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടേക്കാൾ വോട്ട് ഇവിടെ കിട്ടുമെന്ന കാര്യം ഒരു തർക്കമില്ല, ഭൂരിപക്ഷം കിട്ടും. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഒരു അഭിമുഖത്തിൽ NDTV ആയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു. അത് രാഹുൽ ആദ്യം പറഞ്ഞത് നമ്മളെ ശ്രീ സുരേന്ദ്രനാണ് പറഞ്ഞത്. കാരണം സുരേന്ദ്രൻ പറഞ്ഞ് ഒരുപാട് കുപ്പഴകൾ നടത്തി കുറെ പൈസ ഇറക്കി കിറ്റുകൾ നിങ്ങൾക്കറിയാലോ, ഒരുപാട് കിറ്റുകൾ പിടിച്ചെടുത്തത്. അപ്പൊ അതിനൊക്കെ പിന്നെ മറികടന്നിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിയെ കിട്ടിയത്, അറിയാലോ. അപ്പൊ വോട്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല? തീർച്ചയായിട്ടും ഇല്ലല്ല. കാരണം ഇവിടെ പ്രിയങ്ക ഗാന്ധി വരണം, അവരെ ഉയർന്നു വരണം. കാരണം ഒരു ജൂനിയർ ഇന്ദിരാഗാന്ധി, ഞാൻ പറഞ്ഞല്ലോ, ഒരു ജൂനിയർ ഇന്ദിരാഗാന്ധി എന്നുള്ള നിലക്കാണ്. കാരണം അവരെ ആ പ്രസംഗവും ഒക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സ്ത്രീകളുടെ വോട്ട് കൂടുതലായിട്ട് അവർക്ക് കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ രാഹുൽ ഗാന്ധി വയനാടിനെ ഒഴിവാക്കി പകരം പ്രിയങ്ക ഗാന്ധിയെ അയച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോ ആ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വോട്ടർ എന്ന നിലയിൽ? അല്ലാണ്ട് വേറെ നേതാക്കളില്ല, നല്ലൊരു നേതാവില്ലല്ലോ വേറെ. പ്രിയങ്ക ഗാന്ധിനെ ഏറ്റവും നല്ലതെന്ന് എന്റെ അഭിപ്രായം. അപ്പൊ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി കിട്ടും എന്ന് കരുതുന്നു? അറിയാൻ പറ്റൂല, അതെന്തായാലും പറ്റൂല. ഞാൻ ജയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പല രാഷ്ട്രീയ എതിരാളികളും പറഞ്ഞു നടക്കുന്നുണ്ട് വയനാട് വോട്ടർമാരെ രാഹുൽ ഗാന്ധി വധിച്ചു എന്ന്. അതിലെന്നല്ല സംഭവം ആണോ? അതുപോലെ ജനങ്ങള് എന്താ വോട്ട് ചെയ്തിട്ട് കുട്ടി അവിടെ പോയിട്ട് എന്തായാലും ആളുകൾ വോട്ട് അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്റെ അഭിപ്രായം. അതൊരു മോശമായ അഭിപ്രായം തോന്നുന്നു. ചതിച്ചു എന്ന് തന്നെ പലരും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത്തവണ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും പറയാൻ താല്പര്യമുണ്ടോ? അത് പറയാൻ പറ്റില്ല. അത് പറയുന്നത് കഴിഞ്ഞ തവണ ആർക്ക് ചെയ്തു എന്ന് ഇല്ല, പറയില്ല. ഇവിടെ പ്രിയങ്ക ഗാന്ധി ആണല്ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഒരു വോട്ടർ എന്ന നിലയിലേക്ക് തങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തില് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ രാഹുൽ ഗാന്ധി മുമ്പ് ഇവിടെ രാജിവെക്കുകയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരിക്കാൻ വേണ്ടി വിട്ടു. അപ്പൊ അത് വോട്ടർമാരോടുള്ള ഒരു ചതിയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ താങ്കളുടെ അഭിപ്രായം എന്താ? കേരളത്തിലും കോൺഗ്രസ്സുകാരുണ്ടല്ലോ, രാഷ്ട്രീയപ്രവർത്തകരുണ്ടല്ലോ. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചു എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താ? ഒരു വോട്ടർ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താ? ഒരു വോട്ടർ എന്ന നിലയിൽ ഞാനിപ്പോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, എന്നിരുന്നാലും പറയാം, രാഹുൽ ഗാന്ധി ഇപ്പോ വയനാട്ടിൽ മത്സരിച്ചു, വമ്പം ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത്. അതേ സ്ഥാനത്ത് ഇപ്പോ അദ്ദേഹത്തിന് റായ്ബറേലിയില് നിൽക്കേണ്ടി വന്നു, അതും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു വെച്ചു. എന്നിരുന്നാലും ഇപ്പൊ ഏതെങ്കിലും ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ള ഒരു ഇതാണത്. നമ്മളിപ്പോ ഒരാൾ ഒരു സ്ഥലത്തെ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇത് ഒഴിവാക്കായിരുന്നു. പക്ഷെ അതില്ലല്ലോ, അതൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട്. അതിനോട് ഇദ്ദേഹം ഒന്ന് പകരമായിട്ട് പ്രിയങ്ക ഗാന്ധിയാണ് വരാൻ പോകുന്നത്. അവരും ഇതേമാതിരി തന്നെ രാഹുൽ ഗാന്ധിന്റെ മാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവുകളാണ്. അതുകൊണ്ട് അതില് പ്രത്യേകിച്ച് ചതിച്ചു എന്നുള്ള വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP സ്ഥാനം രാജിവെച്ചത് കൊണ്ട് വോട്ടർമാരെ ചതിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല. വോട്ടർ നിലയിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാ ആശംസകളും നേരുന്നു.